ഈ വണ്ടിയുടെ പ്രൈസ് റേഞ്ച് ആണെങ്കിലും 6 to 8 ലാക്ക് ആണ് വരുന്നത്. പക്ഷേ അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ആയിട്ടുള്ളത് എക്സ്റ്റർ ആണ്. ഗൈസ്, നമ്മൾ ഇന്ന് എറണാകുളത്താണ്. നമുക്ക് ഇന്ന് നിയോസ് ആണ് വർക്ക് ചെയ്യാൻ വേണ്ടി കിട്ടിയിരിക്കുന്നത്. ദേ ഈ കിടക്കുന്ന വണ്ടി തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ പൊതുവെ അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എടുക്കുന്ന വീഡിയോസ് ഒക്കെയാണ്. ഇപ്പോൾ ഈ കിടക്കുന്ന കണ്ടീഷൻ ഏകദേശം വർക്കും കാര്യങ്ങളെല്ലാം തീർത്ത് ഇട്ടിരിക്കുന്നതാണ്. ഓക്കെ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ വണ്ടിയുടെ അകത്തു നിന്നുള്ള വ്യൂ വെച്ച് തുടങ്ങാം. ഈ വണ്ടിയിൽ പുറത്തുനിന്നുള്ള ഒരു ആക്സസറീസും ഫിറ്റ് ചെയ്തിട്ടില്ല. സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളും എല്ലാം ആണെങ്കിലും ഈ വണ്ടി വന്നിരുന്നതാണ്. ഇത് ബേസ് വേരിയന്റിനേക്കാളും തൊട്ട് മുകളിൽ നിൽക്കുന്നത്. ഇതിൽ വണ്ടിക്കുള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയാനില്ല. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ എക്സ്റ്ററിന്റെ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന AC വെന്റിന്റെ ആ കളർ ആണെങ്കിലും കഴിഞ്ഞ വട്ടം എക്സ്റ്ററിൽ നമ്മൾ റെഡ് കളർ പറഞ്ഞപ്പോൾ ഇതിൽ ആ ഒരു ഫിനിഷിംഗ് വന്നു എന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു കാര്യമില്ലെങ്കിൽ വണ്ടി ലൈറ്റ് ഒക്കെ എന്തായാലും. പിന്നെ ഈ വണ്ടി ഇരിക്കുന്ന ഈ ക്രോം പാനൽ, ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന ഒരു സാധനമാണ്. ഈ സാധനം സ്ക്രാച്ച് ആയാൽ പോലും മാറി വെക്കുക എന്നുള്ള വേറെ ഒരു കാര്യമില്ല. ഇത് പെയിന്റ് അടിക്കാൻ പറ്റാത്തൊരു ടൈപ്പാണ്. പിന്നെ ഗിയറിന്റെ കാര്യത്തിലാണല്ലോ AMT ആണ് വരുന്നത്. ഗിയർ ഇടാനാണല്ലോ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഗിയർ ഇടാൻ പറ്റുന്നത് നമുക്ക്. ഇനിയാണ് നമ്മുടെ പ്രധാന ഐറ്റം. നമ്മൾ ഇത് വന്നിരിക്കുന്ന എഞ്ചിന് 1197 cc പെട്രോൾ എഞ്ചിനാണ്. അതായത് എക്സ്റ്ററി വരുന്ന അതേ സെയിം സാധനം തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. ഇതിന്റെ AMT പെട്രോൾ ആണെങ്കിലും ഒരു 17 to 18 മൈലേജ് കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ CNG വരുമ്പോൾ അത് 27 സംതിങ് കിട്ടുമെന്നാണ്. ഈ വണ്ടിയിൽ റിയർ AC വരുന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആണ്. അതുകൂടാതെ മിറർ ഫോൾഡിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നിലവിൽ ഈ വണ്ടി വന്നുകൊണ്ടിരുന്ന സിസ്റ്റം നമ്മളെടുത്ത് മാറ്റി എന്നിട്ട് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ വിത്ത് 360 കയറ്റിയിരിക്കുകയാണ്. ഈ വണ്ടിയിലെ പ്രൈസ് റേഞ്ച് ആണെങ്കിലും 6 to 8 ലാക്ക് ആണ് വരുന്നത്. പക്ഷേ അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ആയിട്ടുള്ളത് എക്സ്റ്റർ ആണ്. പിന്നെ മറ്റുള്ള ബ്രാൻഡുകളുടെ ഓട്ടോമാറ്റിക് വണ്ടി വെച്ച് നോക്കുമ്പോൾ ഹുണ്ടായിയുടെ വണ്ടികൾ പൊതുവെ നല്ല പിക്കപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇതിനെ കൂടുതലായിട്ട് റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എക്സ്റ്ററിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ സെയിം കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മൾ വിട്ടുപോയ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്കകത്തെ സ്പേസ് ആണ്. എൻ്റെ ഹൈറ്റ് 173 സെന്റിമീറ്റർ ആണ്. എന്നിട്ട് എനിക്ക് ഓക്കെ ആയിട്ടുള്ള വണ്ടി. നമ്മുടെ വർക്കും കാര്യങ്ങളെല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പോട്ടെ. ശരി, എന്നാൽ ബൈ ബൈ. അടുത്ത വണ്ടി പുതിയതായിട്ട് വരുന്നുണ്ട്.